കോട്ടയം അതിരൂപതയെ ഒരു ചരടിൽ കോർത്തിണക്കുന്ന ജിഹ്വ അപ്നാദേശ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ദേശീയ വികാരം കത്തിജ്വലിച്ചു നിന്ന 950 കാലത്തായിരുന്നു അപ്നാദേശിന്റെ തുടക്കം. എന്നാൽ അപ്നാദേശിന്റെ പൂർവ്വരൂപത്തിന് 1950 മുമ്പ് 3 പതിറ്റാണ്ടുകളുടെ കൂടെ പഴക്കം പറയുവാനുണ്ട്. ദേശീയ വികാരം മുറ്റിനിന്ന 1950 കാലഘട്ടത്തിലാണ് അപ്നാദേശ് എന്ന പത്രം നമ്മുടെ അതിരൂപതയിൽ ആരംഭിച്ചത് അഭിമന്യ തറയിൽ തോമസ് പിതാവ്. എന്നാൽ അപ്നാദേശിൻ്റെ പൂർവ്വരൂപമായ കോട്ടയം മാസിക അതിന് 3 ദശാബ്ദങ്ങൾക്ക് മുൻപ് 1920 ബഹുമാനപ്പെട്ട ജോസഫ് ചക്കക്കളിച്ചൻ്റെ നേതൃത്വത്തിൽ കോട്ടയം മാസിക എന്ന പേരിൽ ഒരു പത്രം പുറത്തിറങ്ങുകയുണ്ടായി. അഭിമന്യ ചൂളപ്പറമ്പിൽ പിതാവിൻ്റെ കാലഘട്ടത്തിൽ. വീണ്ടും 1922 അതിനെ ഒരു സമ്പൂർണ്ണ വാർത്താ പത്രികയായി മാറ്റി, പേരും മാറ്റി. കോട്ടയം മാസിക എന്നുള്ളത് കോട്ടയം പത്രിക എന്ന പേര് സ്വീകരിച്ചു. 6 പേജുകളോടുകൂടി എല്ലാ ബുധനാഴ്ചയും ഈ പത്രം കോട്ടയത്ത് നിന്ന് ഇറങ്ങിയിരുന്നു. വീണ്ടും 1927 ആയപ്പോഴേക്കും ആഴ്ചയിൽ 2 ദിവസം എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും 4 പേജോടുകൂടി ഈ പത്രം പുറത്തിറങ്ങിയിരുന്നു. ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക വിഷയങ്ങളും സഭാപരമായ വാർത്തകളുമൊക്കെ കൃത്യമായിട്ട് വിശദീകരിക്കുകയും പ്രതിപാദിക്കുകയും ചെയ്തിരുന്ന ഈ പത്രം ആ കാലഘട്ടത്തിൽ മലയാളത്തിൽ നല്ല നിലവാരം പുലർത്തിയിരുന്ന ഒരു പത്രമെന്ന ഖ്യാതി നേടിയിരുന്നു. ഇന്നത്തെ വർത്തമാന ദിനപത്രത്തിൻ്റെ വലിപ്പത്തിൽ 6 പേജുകളോടുകൂടി എല്ലാ ബുധനാഴ്ചയും ഇത് പുറത്തിറങ്ങി. വിദേശ സ്വദേശ വാർത്തകൾ, ഇന്നത്തെ തപാൽ, വർത്തമാനക്കത്ത്, ചതുരംഗം, ലേഖനങ്ങൾ, കഥ, കവിത തുടങ്ങിയ വിഭവങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ശ്രീ ജോസഫ് മാളിയേക്കൽ പത്രാധിപരായിരുന്ന കാലത്ത് കോട്ടയം പത്രിക കേരളത്തിലെ പത്രങ്ങളിൽ പ്രമുഖ സ്ഥാനം നേടി. 1927 ജനുവരി 29 മുതൽ 4 പേജോടെ എല്ലാ ബുധനാഴ്ചകളിലും ശനിയാഴ്ചകളിലും പത്രിക വായനക്കാരെ തേടിച്ചെന്നു. രാജവാഴ്ചയ്ക്കും ജനദ്രോഹിയായ ദിവാനുമെതിരെ പത്രിക ശക്തിയോടെ ഗർജിച്ചിരുന്നു. 1935 സെപ്റ്റംബർ 18 മതം മാറുന്നതിൽ ആക്ഷേപം എന്ന ഒരു വാർത്ത കോട്ടയം പത്രികയിൽ പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിൽ ഭരണകർത്താക്കൾക്ക് ഈ പത്രത്തോട് അമർഷം തോന്നുകയും പത്രത്തിൻ്റെ ലൈസൻസ് റദ്ദാക്കുകയും ചെയ്തു. എന്നാൽ 1937 വരെ കോട്ടയം കാത്തോലിക്ക മിഷൻ പ്രസിൽ അടിച്ചിരുന്ന ചേരമർ ദൂതൻ എന്ന പത്രത്തിലൂടെ കോട്ടയം പത്രിക നമ്മൾ അതിലെ വിഭവങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്നു. മാറ്റത്തിൻ്റെ ചിറകടി ഏറെയുണ്ടായ ദശകമാണ് പിന്നീട് കടന്നു വന്നത്. സ്വാതന്ത്ര്യത്തിൻ്റെ പൊൻപുലരിയിലേക്ക് ഭാരതം കടന്നു. അക്കാലത്ത് പത്രങ്ങൾ നിരവധിയുണ്ടായിരുന്നെങ്കിലും ജനാധിപത്യ ആദർശങ്ങളും അന്നത്തെ രാഷ്ട്രീയ നിലയും തമ്മിലുള്ള അന്തരം ജനങ്ങളെ ഖിന്നരാക്കിയിരുന്നു. പൗരബോധം ഉണർത്തുവാൻ ലക്ഷ്യമിട്ടുകൊണ്ട് മാർ തോമസ് തറയിലിൻ്റെ താൽപ്പര്യപ്രകാരമാണ് ഇപ്പോഴത്തെ രൂപത്തിലുള്ള അപ്നാദേശ് സമാരംഭിച്ചത്. 1950 നവംബർ 1 പുതിയ വാരികയുടെ തുടക്കം. സ്വാതന്ത്ര്യാനന്തരം രാജ്യത്താകെ ആഞ്ഞുവീശിയ ദേശീയ വികാരം ഉൾക്കൊണ്ടാണ് അന്നത്തെ സാരഥികൾ ഈ പത്രത്തെ അപ്നാദേശ് എന്ന് നാമകരണം ചെയ്തത്. ഇതിനെക്കുറിച്ച് തറയിൽ പിതാവ്
22/11/1950 റോമിൽ നിന്നയച്ച കത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: പരിശുദ്ധ ജനനിയുടെ സ്വർഗാരോപണ വിശ്വാസ സത്യപ്രഖ്യാപന ദിനമായ നവംബർ 1-ാം തീയതി ദൈവമാതാവിന് ഒരു വിനീത തിരുമുൽക്കാഴ്ചയെന്നോണം പ്രസിദ്ധം ചെയ്ത അപ്നാദേശിൻ്റെ ആദ്യ ലക്കം കൈപ്പറ്റുന്നതിനിടയായതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട്. 1947 ആഗസ്റ്റ് 15-ാം തീയതി മാതാവിൻ്റെ സ്വർഗാരോപണ ദിവസം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനെ തുടർന്ന് ഇവിടെ സ്ഥാപിതമായ ജനകീയ ഗവൺമെൻറ്റിൻ്റെ ഉന്നതാദർശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനും രാഷ്ട്രീയവും സാമൂഹ്യവുമായ തത്വങ്ങൾ പൊതുജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കുന്നതിനുമായി ഉടലെടുത്തിട്ടുള്ള ഈ പ്രസിദ്ധീകരണത്തിന് സകല വിജയങ്ങളും ആശംസിച്ചുകൊള്ളുന്നു. ഭീരുത്വത്തിനും സേവയ്ക്കും വീരാരാധനയ്ക്കും പക്ഷപാതത്തിനും സ്ഥാനം കൊടുക്കാതെ ഒരു മാധ്യമമായി അപ്നാദേശ് വളർന്നു. ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക എന്ന ആദർശ മുദ്രാവാക്യം തന്നെ പത്രത്തിൻ്റെ വിശാല മനോഭാവം വ്യക്തമാക്കുന്നു. സാമൂഹ്യ വ്യവസ്ഥയെയും ജനങ്ങളെയും ബാധിക്കുന്ന വിഷയങ്ങളിൽ മുഖം നോക്കാതെ അപ്നാദേശ് തൂലിക ചലിപ്പിച്ചു. പനമ്പിള്ളിയുടെ തെറ്റായ വിദ്യാഭ്യാസ നയവും സ്വകാര്യ കോളേജ് മാനേജ്മെൻറ്റുകൾക്ക് മൂക്കുകയറിടാനുള്ള ശ്രമവും ശക്തമായി എതിർക്കാൻ അപ്നാദേശ് മുൻനിരയിലുണ്ടായിരുന്നു. മദ്യം, മയക്കുമരുന്ന്, ബന്ദ്, രാഷ്ട്രീയ കൊലപാതകം, ആഡംബരം, ധൂർത്ത്, പുകവലി, വർഗീയ തിന്മകൾ എന്നിവയ്ക്കെതിരെ ഈ ജിഹ്വ എന്നും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു. ദിനപത്രങ്ങൾ വ്യാപകമായതോടെ രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങളെ അവഗണിക്കാതെ തന്നെ സാമുദായിക വാർത്തകൾക്ക് പ്രാമുഖ്യം നൽകി പ്രസിദ്ധീകരണ രംഗത്ത് അപ്നാദേശ് ചുവടുറപ്പിച്ചു. ഫാദർ ജോസ് ചാഴികാട്ട്, ഫാദർ മാത്യു മണക്കാട്ട്, ഫാദർ എബ്രഹാം മുത്തോലത്ത്, ഫാദർ തോമസ് ആദോപ്പിള്ളി, ഫാദർ ഫിലിപ്പ് പന്നിവേലിൽ, ഫാദർ ജോസ് പൂത്തൃക്കയിൽ, ഫാദർ മാത്യു കുഴിപ്പള്ളിൽ, ഫാദർ ലൂക്ക് പൂത്തൃക്കയിൽ, ഫാദർ എബ്രഹാം പറമ്പേട്ട്, ഫാദർ സജി കൊച്ചുപറമ്പിൽ എന്നിവർ വിവിധ കാലങ്ങളിൽ ചീഫ് എഡിറ്റർമാരായി പ്രവർത്തിച്ചു. 2016 മെയ് 16 മുതൽ റവറൻഡ് ഡോക്ടർ മാത്യു കുരിയത്തറയാണ് ചീഫ് എഡിറ്റർ. 1974 ദ്വൈവാരികയായി രൂപാന്തരപ്പെട്ട അപ്നാദേശ് 1980 ഓട്ടോമാറ്റിക് സിലിണ്ടർ പ്രസ്സും 1999 ഓഫ്സെറ്റ് സംവിധാനവും സ്വായത്തമാക്കി. കമ്പ്യൂട്ടർ പേജിനേഷനും മൾട്ടി കളറും അപ്നാദേശിൻ്റെ മുഖഛായ മാറ്റാൻ സഹായിച്ചിട്ടുണ്ട്. ടാബ്ലോയിഡ് സൈസിൽ 24 മുതൽ 32 വരെ പേജുള്ള അപ്നാദേശ് ഒന്നിടവിട്ട ഞായറാഴ്ചകളിൽ പുറത്തുവരുന്നു. 5 ഭൂഖണ്ഡങ്ങളിലേക്കും തപാലിൽ എത്തുന്ന കത്തോലിക്ക പ്രസിദ്ധീകരണമെന്ന ഖ്യാതി അപ്നാദേശിന് സ്വന്തം. കോട്ടയം അതിരൂപതയുടെ ഓരോ ഉൾത്തുടുപ്പുകളും ഇതിൽ പ്രതിഫലിക്കുന്നു. അതുകൊണ്ടുതന്നെ അപ്നാദേശ് ഇല്ലാത്ത ജ്ഞാനായ കുടുംബങ്ങൾ വിരളമാണ്. സാഹിത്യ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ തൂലിക അപ്നാദേശിൻ്റെ താളുകളെ സമ്പന്നമാക്കുന്നു. മാധ്യമരംഗത്തെ അപ്നാദേശിൻ്റെ പുതിയ കാൽവെപ്പായിരുന്നു 2009 ആരംഭിച്ച അപ്നാദേശ് ഓൺലൈൻ പത്രം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കുടിയേറിപ്പാർക്കുന്ന ജ്ഞാനായ മക്കളെ സാഹോദര്യത്തിൻ്റെയും സമുദായ ബോധത്തിൻ്റെയും സ്നേഹച്ചരടിൽ കോർത്തിണക്കാൻ ഓൺലൈൻ പത്രം ഏറെ സഹായിക്കുന്നു. വായനക്കാരുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് അപ്നാദേശ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി റവറൻഡ് ഡോക്ടർ മാത്യു കുരിയത്തറ ചീഫ് എഡിറ്ററായി പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ 2021 ജനുവരി 3 അപ്നാദേശ് ഇ പേപ്പറും 2017 ജനുവരി മുതൽ അപ്നാദേശിൻ്റെ ഇംഗ്ലീഷ് എഡിഷനും തുടങ്ങുകയുണ്ടായി. www.apnadesh.in 60-ലേറെ രാജ്യങ്ങളിൽ വായനക്കാരുണ്ടെന്നുള്ളത് ഹിന്ദുവിൽ പോയാലും ബന്ധങ്ങൾ വേർപെടാതോക്കുന്ന ജ്ഞാനായക്കാരുടെ ഇഴമുറിയാത്ത ഹൃദയബന്ധത്തെയാണ് വിളിച്ചോതുന്നത്. ജ്ഞാനായ സമുദായത്തിൻ്റെ പത്രമുത്തശ്ശി 75ാമത്തെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ ഹൃദയത്തിൽ സഭയെയും രക്തത്തിൽ സമുദായത്തെയും സംരക്ഷിക്കണമെന്ന് പഠിപ്പിച്ച പാഠങ്ങൾ ഞങ്ങൾക്ക് പ്രചോദനം ഏകട്ടെ. നാളിതുവരെയായി ഞങ്ങളെ കൈപിടിച്ച് നടത്തിയ
പരമകാരുണികനായ ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം ഈ പ്രസ്ഥാനത്തിന് ധീരമായ നേതൃത്വവും പിന്തുണയും നൽകിയ കാലാകാലങ്ങളിലെ അഭിമന്യ പിതാക്കന്മാർക്കും, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ അതിരൂപതയെ നയിക്കുന്ന മാർ മാത്യു മൂലക്കാട്ടു പിതാവിനും, ജ്യോതി കൾച്ചറൽ സൊസൈറ്റിയുടെ പ്രസിഡൻ്റായ ബഹുമാനപ്പെട്ട വികാരി ജനറൽ മൈക്കിൾ വെട്ടിക്കാട്ടച്ചനും, അപ്പനാദേശിൻ്റെ പബ്ലിഷറായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട സജി കൊച്ചുപറമ്പിലച്ചൻ, നേരത്തെ അപ്പനാദേശിൻ്റെ ചീഫ് എഡിറ്ററായി പ്രവർത്തിച്ച ആളാണ്. ഇപ്പോഴും അപ്പനാദേശിൻ്റെ പ്രിൻ്റർ ആൻഡ് പബ്ലിഷർ അച്ഛനാണ്. അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്. മറ്റ് രൂപതാധികാരികൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഒപ്പം അപ്പനാദേശിൻ്റെ മാന്യ വായനക്കാർ, വരിക്കാർ, പരസ്യക്കാർ, അപ്പനാദേശ് കൃത്യസമയത്ത് പുറത്തിറക്കുവാൻ സഹായിക്കുന്ന ഞങ്ങളുടെ ജോലിക്കാർ എല്ലാവരെയും ഏറെ ഹൃദയത്തിൽ സ്നേഹത്തോടെ നന്ദിയോടെ ഓർത്തുകൊണ്ട് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി ഞങ്ങളുടെ ശബ്ദമായതിന്, നന്ദി ഞങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടതിന്, നന്ദി ഞങ്ങളെ ഞങ്ങളാക്കിയതിന്.